ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നൗസ് കുക്ക് ബുക്ക്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് പ്രോൺസ് ബിരിയാണി റെസിപ്പിയാണ്. ഞാനിവിടെ 1/2 കിലോ പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമുക്ക് ബിരിയാണി റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കണം. അതിലോട്ട് ഞാൻ ആദ്യം ബേ ലീഫ് ഇടുന്നുണ്ട്. പിന്നെ അതിനുശേഷം ജാതിപത്രി, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കച്ചോളം ഇത്രയും ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ജീര റൈസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം പ്രോൺസ് അതിലോട്ട് ഇടുക. അങ്ങനെ പ്രോൺസ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ പ്രോൺസ് ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് മസാല തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 2 ചെറുതായി അരിഞ്ഞ സവാള ചേർക്കാം. സവാള നന്നായി വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അതിനുശേഷം 2 ചെറുതായി അരിഞ്ഞ ടൊമാറ്റോ ചേർക്കാം. അതും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ 3 നീളത്തിൽ അരിഞ്ഞ പച്ചമുളക് ചേർക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം.
ഇനി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബിരിയാണി റൈസും മസാലയും മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റി പ്രോൺസ് ബിരിയാണി റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.